Hi everyone, welcome back to Wisdom Academy classes. So നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു സെഷൻ എടുക്കാൻ പോവാണ് കേട്ടോ. ഏതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ പോവാണ്. ഇതിനു മുന്നേ നമ്മൾ ഇതിലെ NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പൊ ആരെങ്കിലും ആ ക്ലാസ്സസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പോയി ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അതേമാതിരി തന്നെ നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സസിന്റെ അഡ്മിഷൻസ് ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സീറ്റ്സും കൂടി ആണെങ്കിൽ 10th ഫില്ല് ചെയ്യാനുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. നമ്മളെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സോറി, ഇപ്പൊ MCQല് അധികം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചോദിക്കില്ല. ഉള്ളത് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഒന്നാമത്തെ തൊട്ടിട്ടൊരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നന്നായി തന്നെ പഠിക്കുക. അതേ സെയിം ഫിഗർ ഒക്കെ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ മാത്രം വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് MCQ വരുള്ളൂ. അധികം ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല കേട്ടോ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ ദ ഗിവൺ ഫിഗർ ഇഫ് AD equal to 7√3 meter then BC is equal to, ഫിഗർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഫിഗർ തരണമെന്നില്ല. ഇതിലിപ്പോ എന്തോ ഭാഗ്യത്തിന് ഫിഗർ തന്നിട്ടുണ്ട്, ചിലപ്പോൾ ഫിഗർ തരില്ല. then you have to draw the figure. ഫിഗർ നിങ്ങൾ വരയ്ക്കണം. AD 7√3 meter ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BC കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. So we are going to analyze the figures into separate parts. Separate part ആയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോറി, ABD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് AD by BD is equal to tan 30 എന്ന് എഴുതാം. AD 7√3 by BD is equal to tan 31 by √3 ആണ്. ഈ √3 ഇങ്ങോട്ട് പോകുമ്പോൾ it is √3 into 3, that is 3 is equal to BD, or 21 meter is equal to BD എന്ന് കിട്ടി. സോ BC കാൽക്കുലേറ്റ് ചെയ്യാനുള്ള BDയുടെ ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാം? CD കാൽക്കുലേറ്റ് ചെയ്യാതെ. സോ ഇൻ ട്രയാങ്കിൾ ACD, AD by CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഈക്വൽ ടു tan 60. AD 7√3 ആണ് തന്നിട്ടുണ്ട്. tan 60 എത്രയാണ്? √3 ആണ്. CD ഇങ്ങോട്ട് എടുക്കുമ്പോൾ √3 ഡിവിഷൻ ആയി വരും. √3 ക്യാൻസൽ ചെയ്ത് കളയാം. 7 മീറ്റർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? CD എന്ന് കിട്ടും. നമുക്ക് ഇതാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? BC ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? സോ നൗ BC is equal to BD plus CD, or it is equal to 21 plus 7 is equal to 28 meter. ആൻസർ ഉണ്ട് അല്ലെ? ഓപ്ഷൻ D ആണ് കേട്ടോ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So this is our next question. A pole 6 meter high cast a shadow 2√3 meter long on the ground then the sun's elevation is എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ സൂര്യപ്രകാശത്ത് നമുക്കറിയാം ഷാഡോ ഫോം ചെയ്യുന്നുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു പോളുണ്ട്, കാസ്റ്റ് ചെയ്യുന്ന ഷാഡോ 2√3 meter ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സണ്ണിന്റെ എലിവേഷൻ ആംഗിൾ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫിഗർ തന്നിട്ടില്ല, ഫിഗർ നമ്മൾ വരയ്ക്കേണ്ടതാണ് കേട്ടോ. സോ AB by BC is equal to എന്താണ് വരിക? 6 division 2√3 is equal to tan ആണ് വരുന്നത് അല്ലെ. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് tan ആണ്. തീറ്റ എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ tan തീറ്റ എന്ന് എഴുതാം. or this is 3 by √3 is equal to tan തീറ്റ എന്ന് എഴുതാം. this will be √3 into √3 ആണ് 3. അപ്പൊ എന്താണ്? 3നെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? √3 എന്ന് എഴുതാം. ഒരു √3 ഓൾറെഡി ഇവിടെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. സോ √3 is equal to tan തീറ്റ. ഇനി ടാനിന്റെ ഏത് ആംഗിളിലാണ് √3 വരുന്നത്? tan 60 ആണ് √3 അല്ലെ. ദാറ്റ് ഇസ് തീറ്റ is equal to 60 degree. തീറ്റ 60 degree ആവുമ്പോഴാണ് എന്ത് വരുന്നത്? tan 60 √3 വരുന്നത്. സോ ആൻസർ ഇസ് A. ഓപ്ഷൻ A ആണ് ഉത്തരം.
അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് MCQന് ചോദിക്കുന്നത്. നമുക്ക് ഈ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ MCQന് ചോദിക്കുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So this is our next question. ഈ ക്വസ്റ്റ്യൻ എന്താണ്? If two towers of height h1 and h2 subtend angles of 60 degree and 30 degree respectively at the midpoint of the line joining their feet, then h1 is to h2 is. അതായത് രണ്ട് ടവേഴ്സ് ഉണ്ട്, രണ്ട് ടവേഴ്സിന്റെ ഹൈറ്റ് h1 h2 ആണ്. ഫിഗർ തന്നിട്ടില്ല, ഫിഗർ നമ്മൾ വരയ്ക്കണം കേട്ടോ. അപ്പോൾ രണ്ട് ടവേഴ്സ് ഉണ്ട്, h1 h2. h1 എന്ന് പറഞ്ഞിട്ടുള്ള ടവർ 60 ഡിഗ്രിയും h2 എന്ന് പറഞ്ഞിട്ടുള്ള ടവർ 30 ഡിഗ്രിയാണ് സബ്റ്റൻഡ് ചെയ്യുന്നത്. സോ h1 ടവറിന് കറസ്പോണ്ടിങ് 60 ഡിഗ്രിയും h2 ടവറിന് കറസ്പോണ്ടിങ് 30 ഡിഗ്രിയും മാർക്ക് ചെയ്തു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പോയിന്റ് എടുക്കുകയാണ്. ഈ രണ്ട് ടവേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ എക്സാക്ട് മിഡ് പോയിന്റിൽ ഒരു പോയിന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ്. കണ്ടോ, മിഡ് പോയിന്റ്. അപ്പൊ അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിന്റെ കറക്റ്റ് മിഡ് പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സി മാർക്ക് ചെയ്യേണ്ടത്. സോ ഇഫ് ദിസ് ലെങ്ത് ഇസ് എക്സ്, ദെൻ ദിസ് ലെങ്ത് വിൽ ആൾസോ ബി എക്സ്. ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് h1:h2ന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ മാതിരി തന്നെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABC, AB by BC is equal to tan 60 or h1 by x is equal to tan 60 എത്രയാണ്? √3 ആണ്. സോ h1 is equal to √3x. Similarly, in triangle DEC, DE by EC is equal to tan 30. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. DE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h2 ആണ്. h2 by x is equal to tan 30 എത്രയാണ്? 1/√3 ആണ്. or h2 is equal to x division √3 എന്ന് കിട്ടി. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? h1:h2 റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഓപ്ഷൻസും കൺഫ്യൂസിങ് ആണ്. കണ്ടോ, 3:1, 1:3, √3:1, 1:√3. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് തന്നെ തെറ്റിക്കുന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും ചെയ്യണം. ഇപ്പൊ കണ്ടോ, h1 കറസ്പോണ്ടിങ് 60 എടുത്തിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റേഷ്യോ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിനാണ് ഈ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. സോ h1/h2 is equal to √3x division x/√3. x ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ √3 റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ √3 × √3 ദാറ്റ് ഇസ് 3. സോ ആൻസർ എന്തായിരിക്കും? 3:1 ആയിരിക്കും. റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ √3 × √3 എന്താണ്? 3:1 ആണ് ഓപ്ഷൻ. കാരണം നേരെ മറിച്ച് നേരെ തിരിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1:3 കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ആയാൽ മാത്രമാണ് ആൻസർ കറക്റ്റ് ആക്കി കിട്ടുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഈ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പാർട്ടില് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ റേഞ്ചിൽ പഠിച്ചാൽ മതി. അത്രയും ടഫ് ആയിട്ടൊന്നും ഒരിക്കലും ചോദിക്കില്ല. പിന്നെ ട്രീ ബെൻഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേമാതിരി തന്നെ ഒരു സർക്കസ് ആർട്ടിസ്റ്റ് ക്ലൈംബ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതൊക്കെ തന്നെ മാക്സിമം ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. So this is a 2 mark question. ആദ്യത്തെ 2 mark question ആണ് കേട്ടോ. From the vertex of a tower, the angle of depression of a point 150 meter away from the foot of the tower is 60 degree. അതായത് ഒരു ടവർ ഉണ്ട്, ടവറിന്റെ ടോപ്പിൽ നിന്ന് ഡിപ്രഷൻ ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. ആ ഡിപ്രഷൻ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ സോ ദിസ് ഈസ് അവർ ടവർ. ഇത് നമ്മളുടെ ടവർ ആണ് എന്നുണ്ടെങ്കിൽ ടവറിന്റെ മുകളിൽ നിന്നുള്ള ഡിപ്രഷൻ ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. എത്ര മീറ്റർ അകലെയുള്ള ഡിപ്രഷൻ ആംഗിൾ ആണ്? 150 മീറ്റർ എവയുള്ള ഡിപ്രഷൻ ആംഗിൾ ആണ്. അപ്പൊ ടവറിൽ നിന്ന് 150 മീറ്റർ എവയിലേക്കുള്ള ഒരു പോയിന്റിലേക്കുള്ള ഡിപ്രഷൻ ആംഗിൾ ആണ് എത്രയെന്ന് തന്നിട്ടുള്ളത്? 60 ഡിഗ്രി തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 60 ഡിഗ്രി നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കുമ്പോൾ ദിസ് വിൽ ബി അവർ 60 ഡിഗ്രി അല്ലേ?
സോ നമ്മളുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത് ടവറിന്റെ ഹൈറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. 2017 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി എന്താ നമുക്ക് എഴുതാനായിട്ട് പറ്റുക? എ ബി ബൈ ബി സി ഇസ് ഈക്വൽ ടു ടാൻ 60 എന്ന് എഴുതാം. എളുപ്പമുള്ള അനാലിസിസ് ആണ്. എ ബി ആണ് നമുക്ക് വേണ്ടത്. സോ എ ബി ഈക്വൽ ടു ബി സി ഇൻറ്റു ടാൻ 60. ബി സി എത്രയാണ്? 150 ആണ്. ടാൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? √3 ആണ്. സോ 150 √3 മീറ്റർ ആണ് നമ്മളുടെ എന്ത് വരുന്നുണ്ടാവുക? ടവറിന്റെ ഹൈറ്റ് വരുന്നുണ്ടാവുക. √3 തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വെച്ച് എന്ത് ചെയ്താൽ മതി? സ്റ്റോപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. 2 മാർക്ക് ക്വസ്റ്റ്യൻസും അധികം ലെങ്തി പ്രോബ്ലംസ് ഒന്നും 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ അധികം കണ്ടിട്ടില്ല. മാക്സിമം ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ 2 ട്രയാങ്കിൾ അത്രയും അനാലിസിസ് മാക്സിമം 2 മാർക്കിന് വരുള്ളൂ. അത് തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ 2 മാർക്കിലും ചോദിക്കുമല്ലോ. കുറച്ചും കൂടെ റേഞ്ച് കൂടിയത് 3ലും 4 മാർക്കിലും ഒക്കെയാണ് വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പൊ ആ റേഞ്ച് ലെവലിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. പിന്നെ അതേമാതിരി തന്നെ നമ്മളുടെ ഫിഗർ വരയ്ക്കുന്നതിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി ചാപ്റ്റർ മൊത്തം ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് ഫിഗർ കറക്റ്റ് ആണെങ്കിൽ അനാലിസിസ് ഒരുവിധം എല്ലാം കറക്റ്റ് ആയി തന്നെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So this is our next 2 mark question. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? A ladder 50 meter long just reaches the top of a vertical wall. If the ladder makes an angle of 60 degree with the wall, find the height of the wall എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിഗർ നമ്മൾ വരയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ലാഡർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചുമര് കേട്ടോ. അപ്പൊ ഈ ചുമരിലേക്ക് എന്ത് ചെയ്തേക്കാണ്? ഒരു ലാഡർ വെച്ചിരിക്കുകയാണ്. ലാഡറിന്റെ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 15 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലാഡറും ഈ ഒരു വാളും തമ്മിലുള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി തന്നിട്ടുള്ളത്. സോ ഈ ഒരു ലാഡറും ഈ ഒരു വാളും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്യുന്നതിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആംഗിൾ നമ്മൾ മാറ്റി മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോസ് സൈൻ മാറി ടാൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആംഗിളും റെപ്രസെന്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക. സോ നമ്മളുടെ അടുത്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ വാളിന്റെ ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് എ ബി ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി വി ക്യാൻ റൈറ്റ് എ ബി ബൈ എ സി ഇസ് ഈക്വൽ ടു എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? കോസ് ആണ്. കോസ് 60. എ ബി എച്ച് ആണ്, ഓർ എ സി 15 ആണ്, ഇസ് ഈക്വൽ ടു കോസ് 60. കോസ് 60 എത്രയാണ് വരുന്നത്? 1/2 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. സോ എച്ച് ഇസ് ഈക്വൽ ടു 15/2, ദാറ്റ് ഇസ് ഈക്വൽ ടു 7.5 മീറ്റർ. ഇപ്പൊ എച്ച് നമ്മളുടെ വാളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 7.5 മീറ്റർ ആണ്. ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിൽ ആദ്യം അറിയേണ്ടത് നമ്മളുടെ ആ ഒരു ടേബിൾ ആണ്. കോസിന്റെയും സൈനിന്റെയും ടാനിന്റെയും ഒക്കെ വാല്യൂസ് നന്നായി അറിഞ്ഞിരിക്കണം. അതേമാതിരി തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരയ്ക്കാനും നന്നായിട്ട് അറിയണം കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് 2 മാർക്കിൽ ചെയ്തിട്ട് 2 മാർക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ സർക്കിൾ ആർട്ടിസ്റ്റ് ഇസ് ക്ലൈംബിംഗ് എ റോപ്പ് 12 meter long which is tightly stretched and fed from the top of a vertical pole to the ground. അതായത് ഒരു വെർട്ടിക്കൽ പോളിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് ഒരു എന്ത് ചെയ്തേക്കാണ്? ഒരു റോപ്പ് സ്ട്രെച്ച് ചെയ്ത് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ 12 meter ലോങ് ഉള്ള ഒരു റോപ്പ് എന്ത് ചെയ്തേക്കാണ്? പോളിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? കെട്ടിയിരിക്കുകയാണ്. ഇതിന്റെ മുകളിൽ കൂടെ സർക്കസ് ആർട്ടിസ്റ്റ് എന്ത് ചെയ്യാണ്? ക്ലൈംബ് ചെയ്ത് പോവാണ്. ഓക്കെ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പോൾ ഇഫ് ആംഗിൾ മെയ്ഡ് ബൈ റോപ്പ് വിത്ത് ദ ഗ്രൗണ്ട് ഇസ് 30 ഡിഗ്രി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പോളിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഈ റോപ്പും ഈ ഗ്രൗണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്? 30 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുവിധം 2 മാർക്കിന്റെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫിഗർ ഏകദേശം എല്ലാം സിമിലർ ആണ്. അപ്പൊ 2 മാർക്ക് ആയാലും 1 മാർക്ക് ആയാലും അല്ലെങ്കിൽ MCQ ആയാലും അധികം ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. അതോർത്ത് ആരും പേടിക്കണ്ട.
3 മാർക്ക് അതേമാതിരി തന്നെ 4 മാർക്ക് അതിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഫിഗേഴ്സ് നമ്മൾ ഇന്നലെ പഠിച്ചു, ക്രോസ് ചെയ്ത് വരയ്ക്കുന്നത് അല്ലെ, എങ്ങനെയാണ് ഒരു ഫൂട്ടിൽ നിന്ന് മറ്റേ ടോപ്പിലേക്കും മറ്റേ ടോപ്പിൽ നിന്ന് മറ്റേതിന്റെ ഫൂട്ടിലേക്ക്, അതായത് ക്രോസ് ആക്കി വരയ്ക്കുന്നത്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാനും പറ്റും. അങ്ങനെ കുഴപ്പിക്കുന്ന രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും 2 മാർക്കിനോ 1 മാർക്കിനോ വരില്ല. ഓക്കെ, സോ നമ്മളുടെ അടുത്ത് എ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി എളുപ്പമുള്ള അനാലിസിസ് ആണ് എ ബി ബൈ എ സി. എ ബി ബൈ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഇസ് സൈൻ 30 ആണ്. എ ബി നമുക്കറിയില്ല, എച്ച്, എ സി 12 ആണ്, ഇസ് ഈക്വൽ ടു സൈൻ 30 എത്രയാണ്, 1/2, or h is equal to 12/2 equal to 6 meter. നമ്മളുടെ ഈ ഒരു പോളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ 2 മാർക്ക് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് 3 മാർക്ക് സെഷനിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.